പ്രിയ സുഹൃത്തുക്കളെ, ഞാനിന്ന് എനിക്കുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. ഇത് ഒരു വീഡിയോയിലൊന്നും നിൽക്കത്തില്ല. കുറേയേറെ വീഡിയോകൾ ചെയ്തെങ്കിൽ മാത്രമേ എനിക്കുള്ള മൊത്തം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് പലർക്കും ഒരു കോമഡി ആയിട്ടും സീരിയസ് ആയിട്ടും എന്റർടൈൻമെന്റ് ഒക്കെ തോന്നാം. പക്ഷെ ഇതിന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്നുള്ള ഒരു അഭിപ്രായം നിങ്ങൾ എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ആദ്യമേ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ സ്ഥലം എന്ന് പറയുമ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. എനിക്കുള്ള വീടെന്ന് പറയുമ്പോഴത്തേക്ക് ഇടത്തരം ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പേര് സുരേഷ് എന്നാണ്. ഞങ്ങൾ 6 മക്കളുമാരാണ്. അതിൽ 5ാമനായിട്ടാണ് ഞാൻ ജനിച്ചത്. 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമാണ് എൻ്റെ വീട്ടിലുള്ളത്. പിന്നെ അമ്മയും അച്ഛൻ്റെ വീട്ടുകാരെ പരിചയപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അച്ഛൻ്റെ ഒരു ജ്യേഷ്ഠനും മാത്രമേ അച്ഛൻ്റെ വീട്ടിലുള്ളൂ. പിന്നെ അമ്മയാണ്. അച്ഛൻ്റെ കൊച്ചുനാളിൽ അച്ഛൻ്റെ അച്ഛൻ മരിച്ചു പോയെന്നാണ് പറയുന്നത്. അച്ഛൻ്റെ സ്ഥലവും കൊല്ലം ഡിസ്ട്രിക്റ്റിൽ തന്നെ, മയ്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അച്ഛൻ്റെ സ്ഥലം. അച്ഛൻ അത്യാവശ്യം അവിടെ കയറിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. അമ്മയുടെ വീട്ടുകാരെ ഞാൻ പരിചയപ്പെടുത്താം. അമ്മയുടെ വീട്ടുകാരെ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ വീട്ടിൽ 10 മക്കളുമാരാണുള്ളത്. അന്നതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് 10ഉം 12ഉം മക്കളുമാരൊക്കെയാണ് മിക്ക വീടുകളിലും ഉള്ളത്. പക്ഷെ ഞങ്ങളുടെ അമ്മയുടെ ഒറിജിനൽ അമ്മയുടെ അമ്മയ്ക്ക് 2 മക്കളുമാരാണ്. ഒരു അമ്മയുടെ ഒരു മൂത്ത ജ്യേഷ്ഠനും അമ്മയും. അമ്മയുടെ 1.5 വയസ്സുള്ളപ്പോഴത്തേക്ക് ഞങ്ങളുടെ അമ്മയുടെ അമ്മ മരിച്ചു. അമ്മയുടെ അമ്മ മരിച്ചു പോകുന്ന സമയത്ത് അമ്മയ്ക്ക് 1.5 വയസ്സുള്ളത് കൊണ്ട് അമ്മയുടെ അമ്മയെ നോക്കാൻ വേണ്ടി വീട്ടിലേക്ക് കൊണ്ടുവരികയും നിർത്തുകയും ചെയ്തു. ആ കുറേ നാൾ അങ്ങനെ ആയപ്പോഴത്തേക്ക് അമ്മയുടെ അച്ഛനും കുഞ്ഞമ്മയുമായിട്ട് ഒരു സ്നേഹബന്ധത്തിൽ ഏർപ്പെടുകയും അവർ തമ്മിൽ പിന്നെ വിവാഹം കഴിക്കുകയും അവരിൽ നിന്നാണ് പിന്നീട് 8 മക്കളുമാർ ഉണ്ടാവുന്നത്. അങ്ങനെ മൊത്തം 10 മക്കളുമാരാണ്. അമ്മ അത്യാവശ്യം അന്നത്തെ കാലത്ത് SLC വരെ പഠിച്ച് എന്നാണ് പറയുന്നത്. ഇതൊക്കെ എനിക്ക് പറഞ്ഞിട്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അത് എത്രത്തോളം യാഥാർത്ഥ്യം ആണെന്നും എനിക്കറിയത്തില്ല. എന്നാലും പലരും പറഞ്ഞിട്ടുള്ള അറിവ് വെച്ച് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയുകയാണ്. SLC ഒക്കെ കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരു 17 വയസ്സുള്ളപ്പോഴത്തേക്ക് അമ്മയെ വിവാഹം കഴിപ്പിച്ച് അയച്ച് അങ്ങനെ ഞങ്ങള് മയ്യനാട് അച്ഛൻ്റെ സ്ഥലത്ത് അമ്മയും അച്ഛനും എല്ലാം ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ താമസിച്ച് ഞങ്ങളെ മൂത്ത ജ്യേഷ്ഠൻ, പിന്നെ 2ാമത്തെ ചേച്ചിയാണ്, അതിന് ഇളയത് ഒരെണ്ണൻ, പിന്നെ ഞാൻ, പിന്നെ എനിക്ക് ഇളയ ഒരു പെങ്ങൾ. ഞങ്ങൾ ഇത്രയും ഇതൊക്കെ കഴിഞ്ഞപ്പോൾ പല വെട്ടവും അച്ഛനും അമ്മയും വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല കേസുകൾ, അതായത് അമ്മയ്ക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അമ്മയുടെ സംശയം എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ അച്ഛനെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം അമ്മയ്ക്കുണ്ടായിരുന്നു. അങ്ങനെ ആ സംശയം വെച്ചാണ് വഴക്കുകൾ കൂടുതലായിട്ടും വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അങ്ങനെ പല വട്ടം വഴക്കുകൾ ഇങ്ങനെ ഉണ്ടായി. ഒരു പ്രാവശ്യം എന്ന് പറയുമ്പം വലിയ സീരിയസ് ആയിട്ടുള്ള വഴക്കായിരുന്നു. അങ്ങനെ എന്നെയും, അന്നെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ചെറുതാണ്, എനിക്ക് ഇളയ പെങ്ങളും വളരെ ചെറുതാണ്. ഞങ്ങളെ 2പേരെ എടുത്തുകൊണ്ട് അമ്മ പോവുകയും എൻ്റെ തൊട്ടടുത്ത് അമ്മയുടെ അന്നത്തെ അച്ഛൻ്റെ വീട്ടിൻ്റെ അടുത്ത് കായലും കടലും ഉണ്ട്. കായലിൽ ചാടി എന്നാണ് പറയുന്നത്. ഞങ്ങളെ എടുത്തും കൊണ്ട് കായലിൽ ചാടി എന്നാണ്. അങ്ങനെ ആൾക്കാരൊക്കെ കണ്ടിട്ട് വന്ന് രക്ഷിക്കുകയും പിന്നീട് അമ്മയ്ക്ക് ഭയങ്കര നാണക്കേടാകുകയും ആ നാണക്കേട് ഓർത്ത് അമ്മയും ഞങ്ങളെ എല്ലാവരെയും വിളിച്ചും കൊണ്ട് അമ്മയുടെ വീട്ടിലേക്ക് ഇങ്ങ് പോരുന്നു. അങ്ങനെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് 2 ദിവസം 3 ദിവസം കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളെ വന്ന് വിളിക്കാനായിട്ട് അമ്മയും ഞങ്ങളെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വരും. അമ്മ ഒരു കാരണവശാലും അച്ഛൻ്റെ വീട്ടിലേക്ക് പോകത്തില്ല. അങ്ങനെ പല പ്രാവശ്യം അച്ഛൻ ഇങ്ങനെ വന്നും പോയി നിൽക്കുകയും അച്ഛൻ്റെ ഈ കയറിൻ്റെ ബിസിനസ്, അച്ഛന് കൂടുതലായിട്ട് കയറിൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധിക്കാതെ വരികയും അച്ഛൻ്റെ കയറിൻ്റെ ബിസിനസ്സൊക്കെ പൊട്ടിപ്പോവുകയും ചെയ്തു. പിന്നീട് അച്ഛന് വേറെ ജീവിത മാർഗങ്ങളൊന്നും ഇല്ലാതെ വന്നു. അങ്ങനെ ജീവിത മാർഗങ്ങൾ ഇല്ലാതെ വന്നപ്പോഴത്തേക്ക് വീണ്ടും അച്ഛൻ എന്ത് ചെയ്ത്, വീണ്ടും അമ്മയുടെ വീട്ടിലേക്ക് തന്നെ അച്ഛൻ സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ തുടങ്ങി. അങ്ങനെ അമ്മയുടെ അച്ഛൻ എന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ചെറിയ റേഷൻ കടയുണ്ട്, അത്യാവശ്യം കാശൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ.
അങ്ങനെ അച്ഛന് ഒരു, അതായത് അന്നത്തെ ഒരു റൈസ് മില്ല്, അതായത് നമ്മൾ അരി പൊടിപ്പിക്കാനും മുളകും അതും ഇതൊക്കെ പൊടിപ്പിക്കുന്ന ഒരു മില്ല് അച്ഛന് വാടകയ്ക്ക് എടുത്ത് കൊടുക്കുകയും അച്ഛൻ അത് പിന്നെ നടത്തി വരികയും ചെയ്യുകയായിരുന്നു. അങ്ങനെ നടത്തി വരുന്ന സമയത്താണ് അച്ഛന് ഗൾഫിന് പോകാൻ ചാൻസ് കിട്ടി. ഗൾഫിന് പോകാൻ ചാൻസ് അന്നത്തെ കാലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഷിപ്പിനകത്തൊക്കെയാണ്, അന്ന് ഫ്ലൈറ്റുകളൊക്കെ വളരെ കുറവാണ്. അന്ന് ഷിപ്പിനകത്താണ് ആൾക്കാർ കൂടുതലും ഗൾഫ് കൺട്രികളിലേക്ക് പോകുന്നത്. അച്ഛൻ അങ്ങനെ ഷിപ്പിനകത്ത് പോയ ഒരു ആളാണ്. അന്നത്തെ കാലത്തൊക്കെ ഗൾഫിൽ പോയ എല്ലാവരും, അതായത് ഏറെക്കുറെ, അതായത് 70% ആൾക്കാരും നല്ല രീതിയിൽ പൈസ സമ്പാദിച്ച് ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ എന്താണെന്ന് അറിയത്തില്ല. അച്ഛന് വലുതായിട്ടൊന്നും സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല. എങ്കിലും ഞങ്ങളെ എല്ലാവരെയും നല്ല രീതിയിൽ വളർത്താനും ഒക്കെ നോക്കാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ ഗൾഫിന് പോയി. എനിക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛനെ വലുതായിട്ട് കണ്ട് ഉള്ള ഓർമ്മ വളരെ കുറവാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള കൊച്ചിലെ, അതായത് എനിക്ക് നല്ല ഓർമ്മയാവുന്നതിന് മുമ്പേ തന്നെ അച്ഛൻ ഗൾഫിന് പോയി. പിന്നീട് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ 2-3 കൊല്ലമൊക്കെ ഇരിക്കുമ്പോഴാണ് വരുന്നത്. വരുമ്പോഴത്തേക്ക് 1 മാസം ഇങ്ങനെ വരുമ്പം ജസ്റ്റ് ഒന്ന് കാണും എന്നല്ലാതെ ആ ഒരു ഓർമ്മയും കാര്യങ്ങളും ഒക്കെ എനിക്കുണ്ട്. അല്ലാതെ എനിക്ക് അച്ഛനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ തമ്മിലില്ല. കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് കണ്ട് നമ്മളുമായിട്ട് ഇടപഴകി ഒരു ഇതില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നത്. ഞങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം ഞാൻ നല്ല കുരുത്തക്കേടൊക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. കാര്യം എന്ത് വികൃതികളും ഞാൻ കാണിക്കും. കാര്യം ഞങ്ങളെ വീട്ടില് പശുക്കളുണ്ടായിരുന്നു. അന്നേരം അതിനൊക്കെ ഞങ്ങള് ഒച്ച പറിക്കാനും രാവിലെ തന്നെ പോയി, അന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അതൊന്നും അറിയത്തില്ല. കാര്യം ഞാനും എനിക്കുള്ള ജ്യേഷ്ഠനും കൂടെ വല്ലവം എന്ന് പറയും, ഞങ്ങളെ നാട്ടിൽ വല്ലവം എന്നാണ് പറയുന്നത്. പൊച്ച പറിച്ച് നിറയ്ക്കാൻ വേണ്ടി ഒരു കൊട്ട പോലെ ഒരു സാധനം, അന്നത്തെ ഓലയിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന് വല്ലവെന്നാണ് ഞങ്ങളെ നാട്ടിലൊക്കെ പറയുന്നത്. പല നാട്ടിലും പല പേരാണ് അറിയപ്പെടുന്നത്. ഈ രാവിലെ ഞങ്ങൾ പോയിട്ട് ഈ വല്ലത്തിൽ പോച്ചകൾ നിറയ്ക്കാൻ പോകും. പറിച്ച് ഞങ്ങൾ അന്നേരം എന്ന് പറയുമ്പോൾ പറിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ കൂട്ടുകാരും അടുത്തുള്ള വീട്ടുകാരിലെ കൂട്ടുകാരും അവരും ഒക്കെ കാണും. ഞങ്ങൾ ഒരുമിച്ചൊക്കെ ആയിരിക്കും പോയി പറിക്കുന്നത്. അന്നേരം ഈ സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് സമയങ്ങൾ കിട്ടും. ആ സമയങ്ങൾ പെട്ടെന്ന് ഞങ്ങൾ പോച്ച് പറിച്ചിട്ട് പിന്നെ ഗോലികളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും നടത്തുന്നത്. ഇന്ന് ഇത്രയും മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ തുടർന്ന് പറയുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്.